മറുപടി ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു നൽകുന്നതാണ്. മറിയം ബീവി ഇരുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടവർ വേറെയും ഉണ്ടാകും. മഹദി റളിയല്ലാഹു അൻഹ ആ ഇരുന്നിരുന്ന സ്ഥലം ഇന്നും മസ്ജിദുൽ അഖ്സയുടെ ഭാഗത്തുണ്ട്. അഖ്സ പള്ളിയിൽ നിന്ന് താഴേക്ക് അതിന്റെ അകത്തേക്ക് ഉള്ളേ പള്ളിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്കത് കാണാൻ കഴിയും. ആ വിശുദ്ധമായ പള്ളി നിർമ്മിച്ചത് സുലൈമാൻ അലൈഹിസ്സലാമാണ്. അല്ലാഹു ആ നാടിനെ അൽ അർളുൽ മുഖദ്ദസ അല്ലതി ബാറക്നാ ഫീഹാ, ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ അഖ്സയെ വിശേഷിപ്പിക്കുന്നത്. വളരെ പരിശുദ്ധമായ പള്ളി, ശ്രേഷ്ഠമായ പള്ളി, അല്ലാഹു ബറക്കത്ത് ചെയ്ത സ്ഥലം, പരിശുദ്ധിയുള്ള സ്ഥലം. മറിയം ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചത് ജബൽ മുഖബ്ബിർ എന്ന് പറഞ്ഞ നേരത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഖ്സയുടെ താക്കോൽ സ്വീകരിക്കാൻ വന്ന ആ മലയിൽ ഒരു നേറ്റിവിറ്റി ചർച്ച് ഉണ്ട്. നേറ്റിവിറ്റി ചർച്ച്, അവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച ഇടം. അതാണ് കനീസത്തുൽ വിലാദ എന്നറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയാണത്. അതിനകം നമുക്ക് പോയി കാണാൻ കഴിയും. മറിയം ബീവി ഈസാ നബി അലൈഹിസ്സലാമിന് ആ അത്ഭുതകരമായ ജന്മം നൽകിയത് ഒരു ഭർത്താവില്ലാതെ, മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിക്കുന്നത് ഒരു പിതാവില്ലാതെ, ഒരു ഫിസിക്കൽ ഫാദർ ഇല്ലാതെ ഈസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നത് ഖുർആൻ പറഞ്ഞു മഹാത്ഭുതമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മം അത്യപൂർവമായ ജന്മമാണ്. ആദം നബി അലൈഹിസ്സലാം എന്ന ആദിമ മനുഷ്യന് ഉമ്മയോ ഉപ്പയോ ഇല്ലാത്ത പോലെ ഈസാ നബി അലൈഹിസ്സലാമിന് പിതാവില്ല. എന്നാൽ അതിന്റെ പേരിൽ ഈസാ നബിയെ നിങ്ങൾ ദൈവമാണ് എന്നോ ദൈവപുത്രനാണെന്നോ പറയരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ. മഹാനായ ഈസാ നബി സ്ഥാനീയനായ പ്രവാചകനാണ്. ഈസാ പ്രവാചകൻ, യേശു ക്രിസ്തു എന്ന് നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ വിളിക്കുന്ന പ്രവാചകൻ. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഒരുപോലെ പറയും മസ്ജിദുൽ അഖ്സ ഞങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് ഞങ്ങളുടേതാണ്. ജൂതന്മാർ പറയും, ജൂതന്മാരുടെ ഏറ്റവും അവർ അംഗീകരിക്കുന്ന പ്രവാചകൻ സയ്യിദുന മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാം കലീമുള്ളയാണ്, അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ് മൂസ നബി അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം ലോകത്ത് കടന്നു വന്ന പ്രവാചക ശൃംഖലയിലെ ഉന്നത സ്ഥാനീയനാണ് സയ്യിദുന സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബിയാണ് മസ്ജിദുൽ അഖ്സ ഉണ്ടാക്കിയത്. സുലൈമാൻ നബി ഉണ്ടാക്കിയ പള്ളിയാണത്. അള്ളാഹുവിന്റെ മാലാഖമാരും അള്ളാഹുവിന്റെ ജിന്നുകളും മറ്റു പലരെ കൊണ്ടും അള്ളാഹു വലിയ സഹായം ചെയ്തു കൊടുത്ത പ്രവാചകനാണ് നബിയുല്ലാഹി സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. ഉപ്പയും പ്രവാചകനാണ്, രാജാവാൻ. മകനായ സുലൈമാൻ നബി അലൈഹിസ്സലാമും രാജാവും നബിയുമാണ് ഒരേ സമയം. അതുകൊണ്ട് ജൂതന്മാർ പറയും ഞങ്ങളുടെ പ്രവാചകൻ മൂസ നബിയുടെ പരമ്പരയിൽ വന്ന സുലൈമാൻ നബി എടുത്ത പള്ളി അത് ഞങ്ങളുടെ പള്ളിയാണ്. മുസ്ലിമീങ്ങൾ പറയും നമ്മുടെ അവകാശവാദം പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നവരെല്ലാം അള്ളാഹുവിനെ ഏകനായ റബ്ബിനെ ആരാധിക്കണമെന്ന് പറഞ്ഞവരാണ്, തൗഹീദ് ലോകത്ത് പഠിപ്പിച്ചവരാണ്, മുവഹിദീങ്ങളാണ് പ്രവാചകന്മാർ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏക ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ നബിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുവഹിദാണ്. മൂസ നബി അലൈഹിസ്സലാം ഏകദൈവ വിശ്വാസം പഠിപ്പിച്ച നബിയാണ്. ഈസാ നബി അലൈഹിസ്സലാം ഏകദൈവ വിശ്വാസം പഠിപ്പിച്ച നബിയാണ്. ഈസാ നബിക്ക് ഇറക്കപ്പെട്ട ബൈബിൾ അതിന്റെ ഒറിജിനൽ ഇഞ്ചീൽ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമായിരുന്നു. അതിലെവിടെയും ഈസാ നബി ദൈവപുത്രനാണെന്നോ എന്നെ ആരാധിക്കണമെന്നോ ഈസാ നബി പഠിപ്പിച്ചില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഇവരെല്ലാം ഇസ്ലാം സർവശക്തനായ ഏകനായ ഒരു സൃഷ്ടാവിന് മനുഷ്യൻ സമർപ്പിതനാവണം. അവനെ സൃഷ്ടിച്ചത് അവനാണ്. അവനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനുണ്ട്. മനുഷ്യനെ പടച്ചത് ഏകനായ ദൈവമാണ്, ഏകനായ സൃഷ്ടാവാണ്. ഹുവല്ലാഹ്, അതല്ലാഹുവാണ്. കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനാണ്. ബിംബങ്ങളോ രൂപമോ ശില്പമോ ഇല്ലാത്തവനാണ്. ഈ വിശ്വാസം ലോകത്ത് പഠിപ്പിച്ച മുഴുവൻ പ്രവാചകന്മാരും മുസ്ലിമാണെന്നാണ് ഖുർആനിന്റെ അവകാശവാദം. അത് തന്നെയാണ് സത്യവും. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ പറയും സുലൈമാൻ നബി അലൈഹിസ്സലാം മുത്ത് നബി തങ്ങളുടെ, മുഹമ്മദ് നബി തങ്ങളുടെ പ്രവാചക പരമ്പരയിലെ ശ്രേഷ്ഠനായ നബി തന്നെയാണ്. അത് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു മനോഹരമായ
രാപ്രയാണം നടത്തിയ ഇസ്രാ മിഅ്റാജ് റജബ് 27 അന്ന് മുത്തുനബി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. ഇസ്രാ മിഅ്റാജിൽ നബി തങ്ങൾ ബുറാഖ് എന്ന വാഹനപ്പുറത്ത് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് വന്നു. മസ്ജിദുൽ അഖ്സയിൽ വന്ന് ഹബീബ് ലാൻഡ് ചെയ്തത്, നബി തങ്ങൾ അവിടെ ഇറങ്ങിയത് അഖ്സായുടെ മുറ്റത്ത് ഒരൽപ്പം ഏതാനും മീറ്ററുകൾ മാത്രം അകലെ നിൽക്കുന്ന ഒരു പാറക്ക് പുറത്താണ്. ആ പാറ നമുക്ക് ഇന്നും അവിടെ ചെന്നാൽ കാണാൻ കഴിയും. ആ പാറയുടെ മീതയാണ് ഖുബ്ബത്തുസ് സഖറ എന്ന മസ്ജിദുൽ അഖ്സയുടെ ഫോട്ടോ എടുത്താൽ ഒരു ഗോൾഡൻ കളർ ഡോം, ഒരു സ്വർണ്ണ നിറമുള്ള ഒരു ഡോം ഉണ്ട്, ഒരു ഖുബ്ബയുണ്ട്. ആ ഖുബ്ബ മസ്ജിദുൽ അഖ്സയല്ല. മസ്ജിദുൽ അഖ്സ ഒരു ഗ്രേ കളർ ഖുബ്ബയാണ്. ഇന്ന് കാണുമ്പോൾ ചിത്രങ്ങളിൽ നേരിട്ട് കണ്ടാലും മസ്ജിദുൽ അഖ്സയുടെ ഇപ്പുറത്തുള്ള ഖുബ്ബത്തുസ് സുഖറയാണത്. ആ ഗോൾഡൻ നിറത്തിലുള്ള ഖുബ്ബയുടെ താഴെ ഒരു പാറയാണ്. ആ പാറയുടെ മുകളിലാണ് ബുറാഖ് വന്നിറങ്ങിയത് എന്ന് പരിശുദ്ധരായ ഹബീബിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നബി തങ്ങൾ ആ ബുറാഖിനെ കെട്ടിയിട്ട സ്ഥലം ഇന്ന് മസ്ജിദുൽ അഖ്സയിലുണ്ട്. മസ്ജിദുൽ അഖ്സ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മൗലാന മുഹമ്മദ് അലി ജൗഹർ ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാ സമരം ചെയ്ത് അവരുമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചർച്ച നടത്തി. മഹാനായ മുഹമ്മദ് അലി ജൗഹർ തിരിച്ചു വരുന്ന വഴി, ലണ്ടനിൽ തിരിച്ചു വരുന്ന വഴി മരണമാസന്നമായപ്പോൾ വസിയത്ത് ചെയ്തിരുന്നു, നിങ്ങൾ എന്നെ മറവ് ചെയ്യേണ്ടത് നിങ്ങളുടെ നാട്ടിലോ എന്റെ നാട്ടിലോ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ മസ്ജിദുൽ അഖ്സയിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് മസ്ജിദുൽ അഖ്സയിൽ ഇറങ്ങണം. കാരണം അന്ന് യാത്ര മസ്ജിദുൽ അഖ്സ വഴിയാണ് യൂറോപ്പിലേക്ക് പോകുന്നത്. അത് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഇന്നും എയർ റൂട്ട് പോകുന്നത് ഏകദേശം ആ റൂട്ടിലാണ്. മഹാനായ മുഹമ്മദ് അലി ജൗഹറിന്റെ ഖബർ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇന്ത്യക്കാരനായ മുഹമ്മദ് അലി ജൗഹറിന്റെ ഖബറാണിതെന്ന് മസ്ജിദുൽ അഖ്സയുടെ മുറ്റത്ത് തന്നെ മഹാനായ മുഹമ്മദ് അലി ജൗഹറിന്റെ ഖബറുണ്ട്. അത് കണ്ടിട്ടുണ്ട്, കണ്ടവർ വേറെയും കാണും. ഒരുപാട് ആളുകൾ അവിടെ സന്ദർശിക്കുന്നുണ്ട്. ഇപ്പോ ഇന്ത്യയുമായി ബന്ധമുള്ള, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ശത്രുക്കളെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടി ധീരമായി മുന്നേറിയ മൗലാന മുഹമ്മദ് അലി ജൗഹർ കിടക്കുന്നത് മസ്ജിദുൽ അഖ്സയുടെ മുമ്പിലാണ്. അതുകൊണ്ട് ഇന്ത്യക്കാരായ നമുക്ക് മസ്ജിദുൽ അഖ്സയുമായി കടപ്പാടുണ്ട്, ബന്ധമുണ്ട്. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് ശബ്ദിച്ച ഒരു മഹാവ്യക്തിത്വം അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മസ്ജിദുൽ അഖ്സയുടെ മുമ്പിൽ കിടക്കുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഖബറിന്റെ ഒരൽപ്പം ഇടതുഭാഗത്തേക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങി ചെന്നാൽ അവിടെ നമുക്ക് ഒരു വട്ടക്കണ്ണി കാണാം. ഇരുമ്പിന്റെ ഒരു വട്ടക്കണ്ണിയുണ്ട്. അവിടെയാണ് അമ്പിയാക്കന്മാർ മസ്ജിദുൽ അഖ്സ സന്ദർശിക്കുമ്പോൾ അവരുടെ വാഹനങ്ങളെ കെട്ടിയിട്ടിരുന്നത്. എന്നാൽ ബുറാഖുമായി നബി തങ്ങൾ ഇസ്രാഇന്റെ രാത്രി, റജബ് 27 രാത്രി മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിയപ്പോൾ ബുറാഖിനെ കെട്ടിയിട്ടതും അവിടെയാണ്. അല്ലാഹു നമുക്ക് അവിടം സന്ദർശിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് അവിടെ അല്ലാഹുമ്മ അക്തുബ് ലനാ സ്വലാത്തൻ ഫിൽ മസ്ജിദിൽ അഖ്സ, അവിടെ ചെന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഇന്ന് തോക്ക് പിടിച്ച ഒരുപാട് പട്ടാളക്കാർ മസ്ജിദുൽ അഖ്സയുടെ കവാടത്തിലേക്ക് എത്തുമ്പോഴേക്കും സെക്യൂരിറ്റി ഗാർഡുകളായി നിൽക്കുന്നത് കാണാം. മുസ്ലിമീങ്ങളിൽ മസ്ജിദുൽ അഖ്സ ഏതെങ്കിലും പുറം രാജ്യക്കാർക്ക് സന്ദർശിക്കാൻ കഴിയുമെങ്കിൽ അതിന്ന് സാധ്യമാകുന്നത് ഇന്ത്യക്കാർക്കാണ് എന്നുകൂടെ നമ്മൾ അറിയണം. നമ്മുടെ അയൽ രാജ്യക്കാരായ പാകിസ്ഥാൻകാർക്കോ അഫ്ഗാനികൾക്കോ അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. മലേഷ്യക്കാർക്ക് കടക്കാൻ കഴിയില്ല. ഇന്തോനേഷ്യക്കാർക്ക് പറ്റില്ലെന്നാണ് എന്റെ ഓർമ്മ. അറബ് രാജ്യങ്ങളിൽ 60 വയസ്സ് കഴിയാത്ത ഒരാൾക്കും ഇന്ന് അഖ്സയിൽ പോകാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യക്കാർക്ക്, ഏത് ചെറുപ്പക്കാർക്കും ഇന്ത്യൻ പാസ്പോർട്ടുമായി കടന്നു ചെല്ലാൻ കഴിയും. അതിന് എപ്പോഴാണ് അവസാനിക്കുക എന്നറിയില്ല. ആ ഒരു സൗഭാഗ്യം കാണുമ്പോ നമ്മുടെ ഭാരതത്തോട് നമുക്ക് തോന്നുന്ന ഒരു ബഹുമാനമുണ്ട്. ഇന്ത്യക്കാരനായതിന്റെ പേരിൽ നമുക്ക് അവിടെ ചെല്ലാൻ കഴിയും. അത് വലിയൊരു സൗഭാഗ്യമാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. മസ്ജിദുൽ അഖ്സ അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിച്ച പള്ളിയാണ്. അമ്പിയാക്കൾക്ക് മുഴുവനും ഇമാമായി 2 റക്അത്ത് ഹബീബ് നിസ്കരിച്ചു എന്ന് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം തങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ടല്ലോ. സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അംബിയാ ഇമാമാ.